കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് വിഷയത്തിൽ നാഷണൽ കമ്പനി അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവ്. സർക്കാർ നിലപാടിന്റെ വിജയമെന്ന് തൊഴിലാളികൾ. പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ ആത്മാർത്ഥമായി ഇടപെട്ടുവെന്ന് സംയുക്ത സമരസമിതി. സ്റ്റീൽ കോംപ്ലക്സ് ഭൂമി അന്യാധീനപ്പെടുത്തുന്നത് ചെന്നൈ കമ്പനി ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവിലൂടെ തടഞ്ഞിരുന്നു. കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമായ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ നിലനിർത്താനുള്ള സംസ്ഥാന സർക്കാർ ഇടപെടലിൽ തൃപ്തരാണ് തൊഴിലാളികൾ. സ്ഥാപനം ഛത്തീസ്ഗഡിലെ സ്വകാര്യ കമ്പനിയായ ഔട്ട്സോഴ്സിംഗ് സർവീസിന് കൈമാറണമെന്ന നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ കഴിഞ്ഞ ദിവസം അനുകൂല ഉത്തരവ് ലഭിച്ചിരുന്നു. ചെന്നൈയിലെ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ വിജയമാണെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. വ്യവസായ വകുപ്പ് പ്രശ്നത്തിൽ ആത്മാർത്ഥമായാണ് ഇടപെട്ടത്. സർക്കാർ നല്ല ശക്തമായ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ സീനിയർ അഡ്വക്കേറ്റ് ജനറലായ ഗോപാലകൃഷ്ണ നേരിട്ട് ചെന്നൈയിൽ വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ സ്റ്റേ കിട്ടിയത്. ഈ സ്റ്റേൻ്റെ പിന്നാലെ തന്നെ ഇത് മറ്റുള്ള കാര്യങ്ങളിലൂടെ ഗവൺമെൻറ് നീക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. ഇന്ന് ഞങ്ങൾ സംയുക്ത സമരസമിതിൻ്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഞങ്ങൾ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ നിശ്ചയിച്ച പാട്ടവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായും സംസ്ഥാന സർക്കാരിനെ കേൾക്കാതെയുമാണ് സ്വകാര്യ കമ്പനിക്ക് സ്റ്റീൽ കോംപ്ലക്സ് കൈമാറിയതെന്ന് കാണിച്ചായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീൽ. വ്യവസായ മന്ത്രി പി രാജീവ്, സ്ഥല MLA-യും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് എന്നിവരുമായി സ്റ്റീൽ കോംപ്ലക്സ് സംരക്ഷണ സമിതി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സർക്കാർ അപ്പീൽ നൽകിയത്. സംസ്ഥാന സർക്കാരിനായി അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് നേരിട്ട് ചെന്നൈയിലെ കമ്പനി അപ്പലേറ്റ് ട്രിബ്യൂണൽ മുമ്പാകെ ഹാജരായിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.